എമ്മയുടെ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് 2027 നടക്കുക. സംസ്ഥാനത്ത് ആകെയുള്ള 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 1199 തെരഞ്ഞെടുപ്പ് ചൂടിൽ മുഴുകുമ്പോൾ ഒറ്റയാനായി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ. ഇവിടെ 2027 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, മട്ടന്നൂർ ഒഴികെ 86 മുനിസിപ്പാലിറ്റികളിലെ 3205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ എന്നിവയിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കാണ് ജനപ്രതിനിധികളെ തേടുന്നത്. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ മട്ടന്നൂരിന് വേറിട്ട ശബ്ദമുണ്ടാകുന്നത്. സംസ്ഥാനത്ത് മട്ടന്നൂരിൽ മാത്രം തെരഞ്ഞെടുപ്പില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ആരവത്തിന് ഒട്ടും കുറവുണ്ടാവില്ല. ടൗണിൽ നിന്ന് കേവലം 500 മീറ്റർ അകലെ വാഴാന്തോടിന്റെ ഒരു ഭാഗം കീഴല്ലൂർ പഞ്ചായത്ത് പങ്കിടുന്നു. ഇതിനു പുറമെ മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ നടക്കുക മട്ടന്നൂരിലായിരിക്കും. മട്ടന്നൂരിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സജീവ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. ഒപ്പം പ്രചാരണങ്ങൾ നിയന്ത്രിക്കുന്നതും മട്ടന്നൂരിലെ വിവിധ ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും. 6ാമത് മട്ടന്നൂർ നഗരസഭാ ഭരണസമിതി 2022 സെപ്റ്റംബർ മാസമാണ് അധികാരമേറ്റത്. മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഭരണസമിതി കാലാവധി 5 വർഷമായതിനാൽ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് ഇനി 2027 ആഗസ്റ്റ് ആയിരിക്കും. 54,000-ഓളം വരുന്ന മട്ടന്നൂർ ജനതയ്ക്കായി മാത്രം ക്രമം തെറ്റിയ തെരഞ്ഞെടുപ്പാണ് നടക്കാറുള്ളത്. അത് സ്വാഭാവികമായും സംസ്ഥാനം മുഴുവൻ ശ്രദ്ധേയമാവുന്നതും പതിവ് കാഴ്ചയാണ്. പഴശ്ശി, പൊറോറ, കോളാരി പഞ്ചായത്തുകളെ യോജിപ്പിച്ച് 1962 മട്ടന്നൂർ പഞ്ചായത്ത് രൂപവൽക്കരിച്ചത്. അന്ന് പഴശ്ശിയിൽ പുത്തൻപുരയിൽ അച്യുതനും കോളാരിയിൽ KT മാധവൻ നമ്പ്യാരും പൊറോറയിലെ MK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാർ. 1990 ഏപ്രിൽ 1 ഞായറാഴ്ചയാണ് മട്ടന്നൂരിനെ നഗരസഭയായി ഉയർത്തിയത്. ഇതിൽ ചില മേഖലയിൽ എതിർപ്പ് വന്നതോടെ ഐക്യമുന്നണി സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി. ഇത് മട്ടന്നൂരിനെ ഭരണസ്തംഭനത്തിലേക്ക് നയിച്ചപ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നഗരസഭാ ഉപദേശക സമിതി ചെയർമാനായിരുന്ന N മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. 1996 വരെ പഞ്ചായത്തും നഗരസഭയും അല്ലാത്ത രീതിയിൽ നിലനിന്ന മട്ടന്നൂരിനെ പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ വീണ്ടും നഗരസഭയായി ഉയർത്തി. അങ്ങനെ മട്ടന്നൂർ നഗരസഭയിൽ ആദ്യമായി 1997 തെരഞ്ഞെടുപ്പ് നടന്നു. 1997 2002 KT ചന്ദ്രൻ, 2007 സീന ഇസ്മായിൽ, 2012 K ഭാസ്കരൻ, 2017 അനിത വേണു എന്നിവർ ചെയർമാൻമാരായി. നിലവിൽ N ഷാജിത്ത് ചെയർമാനായി തുടരുന്നു. ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് മട്ടന്നൂർ നഗരസഭ. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.